ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവിടേക്കാണെന്നും എന്തിനാണെന്നും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. കണ്ടിഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളൊരു യാത്ര പോവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പുറത്തിറങ്ങിയതാണ്. ഇത് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ഇത് പെട്ടെന്നായിപ്പോയി. ഞങ്ങളിങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. എവിടേക്കാന്ന് വെച്ചാൽ ഒമാനിലേക്കാണ് പോകുന്നുള്ളത്. റഷ്യൻ്റെ സിസ്റ്റർ അടുത്താണ് പോകുന്നുള്ളത്. അവരിപ്പം അവിടെ ഉണ്ട്. അടുത്ത മാസം അങ്ങനെ നോക്കിയിട്ട് നാട്ടിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് പോകണമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് നോക്കുന്നതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഇടാൻ പറ്റുന്ന കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സ്, അങ്ങനെ അതൊക്കെ നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ബാഗ്. എൻ്റെ അടുത്ത് ഒന്നുണ്ട്. ഞാൻ അധികം അങ്ങനെ കുറേ ബാഗൊന്നും വാങ്ങി വെക്കില്ല. ഒന്ന് വാങ്ങിയിട്ട് അത് പൊട്ടുന്ന വരെ യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടി കുറച്ച് വലിയ ബാഗ് തന്നെ വേണം. അപ്പോൾ നോക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു വൈറ്റ് ഇല്ലേ, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ 3 കളറായിട്ടാണ് ഉള്ളത്, ബ്ലാക്കും വൈറ്റും. പിന്നെ ഇത് ഈ ഒരു ഗ്രേ, ഒരു സ്കൈ ബ്ലൂ, അങ്ങനെയെല്ലാം കളറായിട്ട് വരും. പിന്നെ ഇതും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗ്. പക്ഷേ എന്താ പറയുക, ചെറുതായിപ്പോയി. അപ്പോൾ അധികം നമുക്ക് സാധനമൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ കൺഫ്യൂഷനായി. ഈ 3 കളറിന് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പം കഴിക്കാനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെയെല്ലാം നോക്കിയെടുക്കുന്നുണ്ട്. ഒന്നിനൊരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, പെട്ടെന്നായതുകൊണ്ട് തന്നെ അന്ന് റഷ്യ എത്താനും കുറച്ച് ലേറ്റായിപ്പോയി, ഓഫീസിൽ നിന്ന് എത്താൻ. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ പാക്കിങ്ങും എല്ലാം ചെയ്ത് കിടക്കുമ്പോൾ തന്നെ ഒരു 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 മണിക്ക് എണീച്ചിട്ട് പോവും വേണം. അപ്പോൾ അന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ല. എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴേക്ക് സമയമായിട്ടുണ്ടേനു. ഇതിപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. നല്ലപോലെ ഇങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലെല്ലാം ഇത്രയും വെളിച്ചമുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈമിൽ ഞാൻ എണീക്കുന്നുള്ളത് ഇവിടെ വന്നിട്ട്. തലേന്നൊന്നും ഉറങ്ങായിട്ട് നല്ല ഉറക്കമുണ്ട്, എണീക്കാനേ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു 6 മണി 6:30ൻ്റെ ഉള്ളിൽ ആ ഒരു ടൈമിലേക്ക് ഞങ്ങൾക്ക് ബസ് സ്റ്റേഷൻ്റെ അവിടെ എത്തണം. ബസ് സ്റ്റേഷനല്ല, അവിടെ ആ ഒരു സ്ഥലത്തെത്തണം. ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നുള്ളത്. ബസ്സിനാകുമ്പം ഒരു 2-3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി. ഫ്ലൈറ്റിന് പോയാൽ നമുക്ക് 6-7 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യണം. അപ്പം ഇതല്ലേ നല്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ടാക്സി ആറ്റം പിടിച്ചിട്ട് വേണം അവിടേക്ക് പോകാൻ. ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ പറ്റിയിട്ടാ. ഇതാകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബേക്കിലെല്ലാം ആകുമ്പോൾ നമുക്ക് സ്പേസ് കുറയും. അപ്പോൾ ഒരു ക്ഷീണം പിടിച്ച പോലെയാവും കേട്ടോ. അപ്പോൾ ഇടുങ്ങിയിരിക്കണ്ടല്ലോ. അങ്ങനെ കറക്റ്റ് ഒരു 7 മണിയാകുമ്പം തന്നെ ബസ് എടുത്തിട്ടുണ്ടേനു.
പിന്നെ ഞാൻ ഹംദ എണീക്കൂല എന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടേനു ഓളെ കൊണ്ട് എടങ്ങാറായി പോവുമെന്ന്. പക്ഷെ ഓൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ബസ്സിൽ കയറിയിട്ട് ഓൾ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട്. ഞങ്ങളും തലേന്നേ ഉറങ്ങാത്തതുകൊണ്ട് ബസ്സിൽ കയറി ഉടനെ തന്നെ ഉറങ്ങാമെന്നെല്ലാം വിചാരിച്ചിന്. പക്ഷെ എന്താണെന്നറിയില്ല, ഉറക്കമൊന്നും വരുന്നില്ലേനു കേട്ടോ. പിന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളെല്ലാം കാണാൻ. പിന്നെ പുതിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്ന്. നല്ല രസമാണ്. പിന്നെ രാവിലെ ഞങ്ങളൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ടൈം ആയിട്ടില്ലല്ലോ. ഫുഡ് കഴിക്കുമ്പോൾ നാസ്ത കഴിക്കുമ്പോൾ ലേറ്റ് ആവുമല്ലോ, ഒരു 10-10:30 ആവുമല്ലോ. പിന്നെ ചായ കുടിക്കുന്നത് പതിവില്ല. അപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് ചായയും കുടിച്ചിട്ടില്ല. പിന്നെ ബാഗിൽ കുറച്ച് വെള്ളവും സ്നാക്സും എല്ലാം ഉണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടെ എത്തുന്നവരെ ഒന്നും വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്തിട്ടാണെന്നറിയില്ല, ആ ഒരു കഴിക്കുന്ന ആ ഒരു ടൈം ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ദുബായ് ബോർഡറും പിന്നെ ഒമാൻ ബോർഡർ, അത് രണ്ടും കടക്കുന്നത്. ശരിക്കും ഞാൻ വിചാരിച്ച് ബസ്സിലിങ്ങനെ ട്രാവൽ ചെയ്യുക വേണമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ 2 ബോർഡറിലും ഇറങ്ങിയിട്ട് കറക്റ്റ് എയർപോർട്ടിൽ എങ്ങനെ ഉണ്ടാകുക അതുപോലെ പാസ്പോർട്ടും ഞങ്ങളെ ഈ വിസയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങളെ ലഗേജും എല്ലാം പുറത്ത് എടുത്തിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സെയിം എയർപോർട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒഴിവാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. 2 ബോർഡറും കൂടിയിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിൽ ആൾ വളരെ കുറവേനു കേട്ടോ. ഇപ്പോൾ 2 സീറ്റായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരാണ് ഒരു സീറ്റിലായിട്ടുള്ളത്. 2 സീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഒരാൾ, ബേക്കിൽ ഒരാൾ, അങ്ങനെ ഓരോരുത്തരായിട്ടാണ് ഉള്ളത്. അമ്പലത്തിൽ വേറെ തന്നെ സീറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓളെ ഉറക്കമായതുകൊണ്ട് ഞങ്ങളെ കൂടെ തന്നെ ആക്കിയതാണ്. ഞങ്ങളിങ്ങനെ ഡ്രൈവറോട് സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയുന്ന സ്ഥലം തന്നെയാണെന്നെല്ലാം പറഞ്ഞു. പിന്നെ പെട്ടെന്ന് സൈഡാക്കിയിട്ട് ഇതാണ് സ്ഥലം, ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി നോക്കുമ്പോൾ വെയിൽ എന്നെല്ലാം പറഞ്ഞില്ലേ, ഭയങ്കര ചൂടും വെയിലും എല്ലാം ആയിട്ട് ഞങ്ങൾ അപ്പോൾ ഒരു വെയിലത്താന്നിട്ടാ ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അവർ കൂട്ടാൻ വരും. പെങ്ങളുടെ ഹസ്ബൻഡും അങ്ങനെ ആരെങ്കിലും വരും. അപ്പം വെയിറ്റ് ചെയ്യലാണ്. ഞങ്ങൾ എത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല. അവരെത്താനാകുമ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് 7 മണിക്ക് കയറിയിട്ട് ഒരു 10:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വന്ന് പിന്നെ ഞങ്ങൾ റൂമിലെത്തി നാസ്തയൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്ക് ഫുഡും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ കാര്യം ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നില്ലല്ലോ. 2 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ദിവസം ഇവരുടെ കൂടെ നിന്ന് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ മാത്രമായി പോവില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, നല്ല ചൂടാണ്. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ നാളത്തേക്കാക്കിയാൽ അത് ഫുള്ളായി പോവും, സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് പെങ്ങളെ ഹസ്ബൻഡിൻ്റെ ഷോപ്പ്, അവിടേക്ക് പോയി. ഇതാണ് കേട്ടോ ഷോപ്പ്. അങ്ങനെ അവിടെ പോയി. അവിടെ കുറേ നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ച് അങ്ങനെ കുറേ ടൈം എടുത്ത് പിന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്,
അവിടേക്ക് പോയി. അന്ന് എന്തോ ഒരു ചൂടേനു കേട്ടോ. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടിങ്ങനെ പുകയുന്നുണ്ടേനു. പക്ഷേ ഏതായാലും വന്നതല്ലേ, എന്തെങ്കിലും സ്ഥലം കാണാണ്ട് പോവാൻ കഴിയില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ്. കുട്ടികൾക്ക് കളിക്കാനെല്ലാം പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പകലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നല്ലേനു ഞങ്ങൾക്ക് ഫോട്ടോ എല്ലാം എടുക്കാൻ. പക്ഷെ എന്തായാലും രാത്രി അല്ലാണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെ കുട്ടികളെല്ലാം ഇവിടുന്ന് ഭയങ്കര കളിയേനു. ഇവിടെയും ഞങ്ങൾ കുറേ ടൈം ഉണ്ടായിട്ടുണ്ടേനു. ഹംദക്ക് പിന്നെ അവരെ കിട്ടിയോണ്ട് വേറൊന്നും വേണ്ട, ഒരേ കളിയും എല്ലാം ആയിട്ട് അങ്ങനെ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അവരിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരാൻ പറ്റി. അപ്പോൾ നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ഒന്നിച്ച് നിൽക്കുന്നത് അതേ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞങ്ങൾ പെരുന്നാളിൻ്റെ ആ ഒരു ലീവിന് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ആ ഒരു ടൈമിലേക്ക് അവർ പോയിനെങ്കിലോ എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെയുള്ള കുറേ കുട്ടികളെ ഈ കളിക്കുന്ന അതിലെല്ലാം കയറിയിരുന്നിട്ട് ഞങ്ങൾ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ആരും ഇല്ലേനു കേട്ടോ, ആളെല്ലാം കുറവേനു. അങ്ങനെ കുറേ ഊഞ്ഞാലും സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് എന്തോ ഇഷ്ടമായി കേട്ടോ ഈ ഒരു പാർക്ക്. പക്ഷേ ഞാൻ ഇവിടെ ദുബൈയിലുള്ള ടൈമിൽ ഇങ്ങനെയുള്ള പാർക്കിൽ പോയിട്ടില്ല. ഇവിടെ അടുത്ത് ഇല്ല, നല്ലതൊന്നുമില്ല, കുറച്ച് ദൂരെ പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ വന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ടേനു കേട്ടോ. ചൂടൊന്നും ഇല്ലെങ്കിൽ പകൽ വന്നാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഞാനിവിടെ എത്തിയിട്ട് വെയിറ്റ് നോക്കിയേട്ടാ, അവിടെ ഉണ്ടായിട്ടുണ്ടേനു. നോക്കുമ്പോൾ ഞാനിവിടെ എത്തിയിട്ട് 8 കിലോ കൂടിയിട്ടുണ്ട്. ശരിക്കും ഇല്ലേ, എനിക്ക് എന്തോ ടെൻഷനായി കേട്ടാ. അത് അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണുന്നത്. അന്നേരം ഏതായാലും കുറച്ച് ടൈമെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച്. കുട്ടികളും ഞങ്ങളും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലോ സാധനത്തിലെല്ലാം കയറിയിട്ട് സ്ലൈഡിലെല്ലാം കയറിയിട്ട് നല്ലോണം ക്ഷീണിച്ചു പോയി. പിന്നെ മറ്റേ എക്സസൈസ് ചെയ്യുന്ന സംഭവമല്ലേ, അതിലെല്ലാം കയറിയിട്ടാണെങ്കിൽ ഒന്നും പറയണ്ട, ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂട്, രാത്രി വരെ ചൂടാണ്. ഇപ്പം 10:30 ആയിട്ടുണ്ട്, എന്നിട്ടും ആ ഒരു ടൈമിലേക്ക് വിയർത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റൂമിലെത്തി ഫുഡെല്ലാം കഴിച്ച് കിടക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.